ലോകം വീരന്മാരെക്കുറിച്ച് പറയുമ്പോൾ ഗ്രീക്ക് പുരാണത്തിലെ ഹെർക്കുലീസിനെ ഓർക്കും. പക്ഷേ ബൈബിളിൽ എഴുതപ്പെട്ട ഒരു യഥാർത്ഥ വീരൻ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ശക്തി ധരിച്ച മനുഷ്യൻ. പുരാതന ഇസ്രായേൽ ന്യായാധിപൻ തന്റെ അസാധാരണമായ ശക്തിയും ഫിലിസ്തീൻ സൈനികരുമായി നടത്തിയ യുദ്ധത്തിനും പ്രശസ്തനാണ്. സാംസൺ. നാളുകളായി ഇസ്രായേൽ ജനത ഫിലിസ്തീനരുടെ അടിമത്തത്തിൽ വേദനയോടെ ജീവിച്ചു. അവരുടെ നിലവിളി സ്വർഗത്തിൽ എത്തി. അപ്പോൾ ദൈവം ഒരു രക്ഷകനെ തിരഞ്ഞെടുത്തു. ദാൻ ഗോത്രത്തിൽ നിന്നൊരു സ്ത്രീ. അവൾക്ക് കുഞ്ഞില്ലായിരുന്നു. പക്ഷേ ഒരു ദിവസം കർത്താവിന്റെ ദൂതൻ അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. നിനക്ക് ഒരു മകൻ ജനിക്കും. അവൻ സാധാരണ കുട്ടിയാകില്ല. അവൻ ജന്മത്തിൽ തന്നെ നസീരനായി ദൈവത്തിനായി വേർതിരിക്കപ്പെട്ടവനായിരിക്കും. അവൻ മദ്യം കുടിക്കരുത്, അശുദ്ധമായത് തൊടരുത്, മരിച്ചവരെ സ്പർശിക്കരുത്, അവന്റെ മുടി ഒരിക്കലും മുറിക്കരുത്. കാരണം അവൻ ഇസ്രായേലിനെ ഫിലിസ്തീനരുടെ കൈകളിൽ നിന്ന് വിമോചിപ്പിക്കും. അങ്ങനെ ശിംശോൻ ജനിച്ചു. അവൻ വളരുംതോറും ജനങ്ങൾ മനസ്സിലാക്കി, ഈ ബാലനിൽ ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നു. ഒരു ദിവസം ഒരു ക്രൂരമായ സിംഹം അവനെ ആക്രമിച്ചു. അവന്റെ കയ്യിൽ ആയുധമൊന്നുമില്ല. പക്ഷേ കർത്താവിന്റെ ആത്മാവ് അവന്റെ മേൽ ഇറങ്ങി. ശിംശോൻ തന്റെ കൈകളാൽ സിംഹത്തെ കീറി തോൽപ്പിച്ചു. അവൻ ആരോടും പറഞ്ഞില്ല. കാരണം അത് മനുഷ്യശക്തിയല്ലായിരുന്നു, അത് ദൈവശക്തിയായിരുന്നു. പിന്നീട് ഒരു ദിവസം ആ കാട്ടിലൂടെ പോയപ്പോൾ സിംഹത്തിന്റെ ശരീരത്തിൽ തേനീച്ചകൾ തേൻ ഉണ്ടാക്കിയിരിക്കുന്നു. ശിംശോൻ അത് എടുത്തു തിന്നു. അവിടെ അവൻ തന്റെ നസീരവ്രതം ലംഘിച്ചു. ദൈവം തെരഞ്ഞെടുത്തവനായിട്ടും അവൻ പ്രലോഭനത്തിനു വഴങ്ങി.